സോ ഗൈസ് ഇന്ന് നമ്മളൊരു ബസ് റൈഡ് പോകാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് കൂടെ. എന്തായാലും അവരാണെങ്കിൽ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇവരെ ഞാൻ കുറേയധികം പറഞ്ഞ് നിർത്തിയിട്ടാണെങ്കിൽ ഇവരിങ്ങനെയെങ്കിലുമൊക്കെ നിന്നത്. എന്തായാലും ഞാനാണെങ്കിൽ നൈസായിട്ട് ഇവിടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഈ കുറേയധികം ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും സ്ക്രീനിൽ ടൈപ്പിങ്ങിൻ്റെ ആ ഒരു ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക ഗീസ്, മാറ്റാനൊരു വഴിയില്ല. ആ ഫോളോവേഴ്സ് ചോദിക്കുമ്പോൾ നമുക്കപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ നേരെ നമ്മുടെ ഇൻസ്റ്റയിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കയറി വരുമ്പോൾ അവിടുന്ന് തന്നെയാണ് ഈ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും. എന്തായാലും കാറൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും വന്ന് കയറാനായിട്ട് പറഞ്ഞു. അവിടെ ഒരു BM ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചധികം കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 4 പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ളൊരു കാര്യം മറന്നുപോയതാണ്. അല്ലെങ്കിൽ ഇത്രയൊന്നും ആളല്ല വരേണ്ടത്, നല്ല രീതിക്ക് ആൾ വരേണ്ടതാണ്. അതിൻ്റെ കാരണം ഗീസ് വേറൊന്നും കൊണ്ടല്ല, നമ്മളാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പം എൻ്റെ ID ഇടാനായിട്ട് മറന്നുപോയി. എൻ്റെ ID ഉള്ളവരാണ് നമ്മുടെ റൂമിലായിട്ട് വന്ന് കയറിയത്. എന്തായാലും അങ്ങനെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവർക്കെല്ലാം എല്ലാവർക്കും ഞാൻ കയറാൻ പറഞ്ഞു. അപ്പം ഞാൻ നൈസായിട്ട് അവരെല്ലാം കയറി കഴിഞ്ഞപ്പോൾ നൈസിന് ലോക്കായിപ്പോയി. എൻ്റെ കൈ കൊണ്ടതാണ്, ആ വണ്ടി ലോക്കാകുന്ന ഒരു ഓപ്ഷനിൽ പോയിട്ട് നൈസിന് ലോക്കായിപ്പോയി. അപ്പോഴത്തേക്കും എല്ലാവരും ഔട്ട് പോയി വണ്ടിയുടെ. എന്തായാലും ഞാൻ ഒന്നുകൂടെ കയറാൻ പറഞ്ഞു, കൈ കൊണ്ടതാണെന്ന് പറഞ്ഞ് എല്ലാവരെയും ഒന്നിച്ച് കയറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ നൈസായിട്ട് അവർക്ക് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും കയറിയാലേ എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ചധികം ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ വണ്ടി എടുത്തിട്ടുണ്ട്. ഒരു പുള്ളിയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുവാണ്. പുള്ളിക്ക് കയറാൻ പറഞ്ഞിട്ടാണെങ്കിൽ പുള്ളി കയറുന്നില്ല. വേറൊരു മച്ചാനാണെങ്കിൽ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. ആ സൈഡിലായിട്ട് പുള്ളിക്കാരൻ നിൽപ്പുണ്ട്. എന്തായാലും ഞാനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റിൻ്റെ ഐഡിയ ഉണ്ട്, ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് കണ്ടൻറ്റായിട്ട് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. ഒരു ഡിഫൻഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളൊരു കണ്ടൻറ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് കാരണം ഇനി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാനാണെങ്കിൽ നൈസായിട്ട് ബസ് ഓടിച്ചുകൊണ്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എൻ്റെ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്കാണെങ്കിൽ ഒരു ബസ്സിൻ്റെ ഹബ്ബ് എന്നൊക്കെ പറയാം, നമ്മുടെ കൊമ്പൻ ബസ് എന്നൊക്കെ പോലെ ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റിയാണ് കൊണ്ട്. എന്തായാലും അത് പല കൂട്ടുകാർക്കും അറിയാമായിരിക്കും, എൻ്റെ ഇൻസ്റ്റയിൽ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും. എന്തായാലും ഞാനാണെങ്കിൽ ബസ്സൊക്കെ വളയ്ക്കാൻ കുറച്ചധികം പാടാണ്. അപ്പോർച്ചുനേറ്റൊക്കെ ഓടിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയോ, രക്ഷയില്ല. എന്തായാലും ഞാനിത് കളിക്കുന്നത് നമ്മുടെ iOS-ലാണ്. കുറേ കൂട്ടുകാർ ചോദിച്ചാണ് ബ്രോയുടെ മൊബൈൽ ഫോൺ ഏതാണെന്ന്. അപ്പോൾ എൻ്റെ ആണെങ്കിൽ iOS ആണ്, iOS 13 ആണ്. ചിലപ്പോൾ അതായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും അധികം ക്ലാരിറ്റിയിൽ ഈ ഒരു വീഡിയോസ് കാണാനായിട്ട് പറ്റുന്നതും. അതുപോലെ തന്നെ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ബാറ്ററി ലോ ആയി, കാരണം ഞാനാണെങ്കിൽ കുത്തിയിടാൻ മറന്നുപോയി. അതാണ് ബാറ്ററി ലോ ആയത്. ഇവിടെ നിർത്തിയിട്ട് നൈസിന് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് ഞാൻ പോകാനായിട്ട് പോകണം. ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും ഇറങ്ങത്തില്ല. അത് കാരണം ഞാൻ ഇറങ്ങിയിട്ട് വണ്ടി ലോക്ക് ചെയ്യാനായിട്ട് പോകണം. അത് മാത്രമേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇവരാരും ഇറങ്ങത്തില്ല. ഞാൻ പറയുന്ന ഒരു രീതിക്കും ഞാനുമായിട്ട് സഹകരിച്ച് നിൽക്കാത്തവരാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ആ ബ്രോ ആണെങ്കിൽ ഡിഫൻഡറൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ അവിടെ വെച്ച് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, എല്ലാവരും വന്ന് വണ്ടി കയറാനായിട്ട്. കുറച്ച് പേരെ കയറിയുള്ളൂ, കുറച്ച് പേരൊന്നും കയറില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ മച്ചന്മാർ പറയുന്നുണ്ടായിരുന്നു ബ്രോയുടെ വണ്ടിയുടെ ഗ്രാഫിക്സ് കൊള്ളാമെന്ന്. എന്തായാലും ഒരു കിടിലം പോലത്തെ ബസ്സാണ്. നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൊമ്പൻ ബസ്സൊക്കെ പോലെ തന്നെ ഞങ്ങൾക്കൊരു ഇതുണ്ട്, ഒരു കമ്മ്യൂണിറ്റി പോലുണ്ട്. എന്തായാലും ആ കമ്മ്യൂണിറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്തായാലും ഞാനാണെങ്കിൽ നൈസിന് ഇവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത് എന്തോ ഒരു സ്ഥലമാണ് എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ പെട്രോളിൻ്റെയൊക്കെ ഇത് നടക്കുന്നത്, ഡിസ്ലേഷയൊക്കെ നടക്കുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ പ്ലേസ് എനിക്ക് ഏതാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഞാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് കയറിയതാണ്. ഈ ഒരു പ്ലേസിൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് വണ്ടിയിലൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യും. എന്തായാലും ഇങ്ങനെ വരുന്ന ഒരു വൈബ് തന്നെയാണ്. സത്യത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് കാർ ഓടിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. പക്ഷെ സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തായാലും കുറേ കൂട്ടുകാരെൻ്റെ എനിക്ക് പറഞ്ഞാണ് ബ്രോ ഡിസ്കൗണ്ട് തുടങ്ങിയിട്ട് കണക്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇനി നമുക്ക് ഡിസ്കൗണ്ട് തുടങ്ങാം. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അതിനെപ്പറ്റി അറിയുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒരു യൂസ്ഫുൾ ആയിരിക്കും എനിക്കത്. എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിത് ചോദിച്ചു ബ്രോ ഈ ഒരു പ്ലേസിൻ്റെ നെയിം അറിയാമെന്ന് ചോദിച്ചു. എന്തായാലും ആരെങ്കിലുമൊക്കെ പറയുമോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. ബ്രോ പ്ലീസ് റിപ്ലൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം ഞാൻ റിപ്ലൈ കൊടുക്കാത്തത് ഇങ്ങനെ ചുമ്മാ കീബോർഡ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കും. മൗണ്ടൈനിൽ വാന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്.
അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതോ ഒരു മച്ചാനാണെന്ന് തോന്നുന്നു മൗണ്ടൈനിൽ പോയിട്ടുണ്ട് നമ്മുടെ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല, ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവരെയൊക്കെ വിളിച്ചോണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കാണുന്നില്ല ഗീസ്, അയാൾ പോയെന്ന് തോന്നുന്നു. നമ്മൾ 4 പേരാണ് വന്നത്, ഒരാളാണെങ്കിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു CPM കളിക്കുന്നവർക്ക് നേരിടുന്ന മെയിനായിട്ടുള്ളൊരു പ്രശ്നം നമ്മൾ ബാക്കായി പോകുന്നതാണ്. ഇടയ്ക്ക് തന്നെ ബാക്കാവും. ഞാൻ IOCയിൽ കളിക്കുകയാണെന്ന് പറഞ്ഞാലും ബാക്കാവും. ഇപ്പോഴാണ് എങ്ങനെയൊക്കെയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾ വണ്ടി ഓടിക്കുകയോ വീഡിയോ എടുക്കുകയാണ് ബ്രോ എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിടുന്നത്. കാരണം എനിക്കങ്ങനെ എപ്പോഴും ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഗീസ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളാരെങ്കിലും എൻ്റെ ഒരു മീറ്റപ്പിൽ വരുവാണെങ്കിൽ കൂടി എനിക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ജസ്റ്റ് ഞാൻ പറയുന്നത് കേൾക്കുക, എന്നിട്ട് എൻ്റെ കൂടെ വരിക, നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും ഇവരെ ആരെങ്കിലും കൊണ്ട് വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഗീസ് ഇവരെ കൊണ്ട് ഓടിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ക്ലിപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ലുക്ക് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും എന്തായാലും ഇവരെ കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് പോകണം. എന്തായാലും ചാറ്റും എല്ലാ സാമാനവും ഞാൻ ഹൈഡാക്കിയിട്ട് നൈസായിട്ട് വണ്ടി എടുക്കുന്നുണ്ട്. പിന്നീടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇവരെ കൊണ്ട് ഇവരെ കൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴത്തേക്കും എന്തായാലും ഞാൻ കുറച്ച് ഓടിച്ചു പോകുന്നുണ്ട്. നല്ല പ്ലേസാണ്. ഈ ഒരു പ്ലേസിൽ കൂടെ നമ്മുടെ ബസ്സൊക്കെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് വളരെയധികം വൈബ് തന്നെയാണ്. എന്തായാലും ഞാൻ വണ്ടിയിൽ നിന്ന് നൈസിന് ഇറങ്ങിയിട്ട് ഇവരെ ആരെങ്കിലും കൊണ്ട് ഓടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു വോയിസിൻ്റെ എന്തെങ്കിലും ലാഗ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം, മടുക്കുന്നുണ്ടെങ്കിൽ പറയാം ഗൈസ്. ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് ശ്രമിക്കാം. എൻ്റെ വോയിസ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ ആരെങ്കിലും ഒരാൾ ഓടിക്കുമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും ഓടിക്കുവാണെങ്കിൽ നമുക്ക് അത്ര ഇതായിരിക്കും. കാരണം വണ്ടിയുടെ ക്ലിപ്പൊക്കെ നമുക്ക് നൈസായിട്ട് എടുക്കാനായിട്ട് പറ്റും. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ആയിട്ട് ഞാനാണെങ്കിൽ നൈസിന് നമ്മുടെ വണ്ടി നേരെ കയറുന്നുണ്ട്. വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടിയിൽ എല്ലാവരും ഒരാൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഗീസ്. എന്തായാലും നമുക്ക് നോക്കാം. ഞാനാണെങ്കിൽ പല ആംഗിളിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു വണ്ടി ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ടൊരു ലൈറ്റ് ബ്ലൂ കളറിലാണ് നമ്മുടെ ഡിസൈൻ വന്നിരിക്കുന്നത്. നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. ആ ബ്രോ ചെയ്യാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്കൊരു ലൈറ്റ് ബ്ലൂ കളറാണ് ഇഷ്ടമെന്ന്. അങ്ങനെ ഈ ചെയ്തെടുത്താണ്. ഇനി എനിക്ക് ഈ ഒരു വണ്ടി മാറ്റണമെന്ന് താല്പര്യമുണ്ട്. എന്തായാലും ഒരു പച്ച കളർ അടിച്ചിട്ട് കഥകളിയും അതുപോലെ തന്നെ എല്ലാം വരുന്ന രീതിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഗീസ്. എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ബസ് അങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും ഗീസ്. എന്തായാലും ഈ ഒരു കളറ് എനിക്ക് ഈ വണ്ടി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടമായോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ബസ്സിനെ ആരാധിക്കുന്നവർ കാണും. എന്തായാലും അവർക്കൊക്കെ ഈ വണ്ടി ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണും CPM ലൈക്സ് മീ എന്നും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും കിട്ടില്ല പോലെ ഇതിൻ്റെ അകത്ത് വർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ എഴുത്ത് കൊടുത്തിട്ടുണ്ട്. നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ബ്രോ. പിന്നെ നമ്മൾ എവിടെയാണോ നിന്നത് അങ്ങോട്ട് തന്നെയാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. മല കയറാനൊക്കെ അത്യാവശ്യമൊക്കെ കൊള്ളാം. പക്ഷേ ഇത് വളച്ചെടുക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അത് വണ്ടി ഓടിക്കുന്ന കൂട്ടുകാർക്ക് അറിയാനായിട്ട് പറ്റും. ഈ ഒരു വണ്ടിയൊക്കെ വളച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ CPM-ലാകട്ടെ ഗെയിമിലായാൽ കൂടി വളയ്ക്കാനായിട്ട് പാടാണ്. അപ്പോൾ ഒറിജിനലായിട്ട് ഓടിക്കുന്നവരുടെ അവസ്ഥയൊന്ന് ആലോചിക്കാമല്ലോ. എന്തായാലും ഈ ഒരു ഗെയിം കളിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഗൈസ് നല്ലൊരു ഗെയിമാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുറേ കൂട്ടുകാർ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ബ്രോ ഇത് ഏത് ഗെയിമാണെന്നൊക്കെ പറഞ്ഞ്. ഇത് CPM 1 ആണ്. CPM 2 കുറച്ചുകൂടെ നല്ല ഗ്രാഫിക്സ് ആണ്. ഞാൻ പറയുന്നത് നല്ലൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ CPM 2 കളിക്കാനാണ്. പക്ഷേ ഈ CPM 2-ൽ അധികം ആരും കാണത്തില്ല. CPM 1-ലാണെങ്കിൽ കുറേ പേര് കളിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ എവിടെയാണോ നമ്മൾ നിർത്തിയത് അങ്ങോട്ട് തന്നെയാണ് ഈ പോകാനായിട്ട് പോകുന്നത്. അങ്ങനെ ഓടിച്ച് ഞങ്ങൾ ഇവിടെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു വഴി നിങ്ങൾ നോക്കുക, നല്ലൊരു ലുക്കാണ് നമ്മുടെ ചെക്കൻ ഓടിപ്പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഈ ഒരു ഗെയിം ട്രൈ ചെയ്ത കൂട്ടുകാരാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഗെയിമാണ്. എന്തായാലും പല ആംഗിളിൽ നിന്ന് നോക്കിയാലും കിട്ടും. അതുപോലെ തന്നെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും വണ്ടിയാണെങ്കിൽ ഒരു ബ്രോ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റിയൊന്നും നോക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു മച്ചാനാണെങ്കിൽ ഇവിടെ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ ആ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു കിടിലം പോലത്തെ വണ്ടിയാണ്. അതിൻ്റെ റിവ്യൂ എടുക്കാവോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ കൂടുതൽ ഇടുന്നത് ഈ വണ്ടിയുടെ റിവ്യൂ വീഡിയോ ആയത് കാരണം തന്നെ കുറേ പേര് വന്ന് ചോദിച്ചാണ് ബ്രോ റിവ്യൂ എടുക്കാവോ എന്ന്. ഇവിടെ ആയിട്ടൊരു BM-ഉം അപ്പുറമായിട്ട് വേറൊരു കാറും കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് കള്ളം പറയുന്നത്, എനിക്ക് പേര് അറിഞ്ഞുകൂടാ. എന്തായാലും അതിൻ്റെ ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഒരു കാറിൻ്റെ ലോക്ക് മാറ്റുമെന്ന് ജസ്റ്റ് ഞാനൊന്ന് ഡയൽ ചെയ്താണ്. കാരണം
ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഓടിക്കണമെന്ന് തോന്നി ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു ഗെയിമിൽ എനിക്ക് സൗണ്ട് വരുന്നില്ല. അത് ഈ ഒരു ഗെയിമിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ സെറ്റിങ്സിനെ പറ്റി കൂടുതൽ അറിയാവുന്നവർ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്തായാലും നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഗൈസ്. ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ഈ കാർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നൈസ് കാറാണ് ഗീസ്. പക്ഷേ ഇതിൻ്റെ സൗണ്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല. സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അത് നടക്കത്തില്ല ഗീസ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളാണെങ്കിൽ ഈ ഒരു ഗെയിമിൽ എന്തോ സെറ്റിങ്സിൽ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ഗെയിമിൻ്റെയും കേൾക്കാനായിട്ട് പറ്റുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ലാഗ് അടുപ്പിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.